നമ്മുടെ മനോഭാവം നമ്മുടെ ഭാവി തീരുമാനിക്കും. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും സമൃദ്ധിയും വെറുതെ സംഭവിക്കുന്നതല്ല. പലപ്പോഴും അവ നമ്മുടെ ഉള്ളിലെ മനോഭാവത്തിൻ്റെ ഫലങ്ങളാണ്. ഈ സത്യം സദൃശ്യവാക്യം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ വളരെ ലളിതമായി പറയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. അർത്ഥം അത് വളരെ സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. ഈ വചനം ശലോമോൻ രാജാവിൻ്റെ പ്രായോഗികമായ ഉപദേശങ്ങളിൽപ്പെട്ടവയാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ദിവസത്തെ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ജ്ഞാനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ശലോമോൻ രാജാവ് ഇവിടെ വ്യക്തമാക്കുന്നു. ഇവിടെ പറയുന്നത് സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതം എത്രമാത്രം ഫലപ്രദമായിരിക്കും എന്നതിനെക്കുറിച്ചും കൂടിയാണ്. മടി എന്നത് വെറുതെ ജോലി ചെയ്യാതെ ഇരിക്കുന്നത് മാത്രമല്ല, ദൈവം തരുന്ന അവസരങ്ങൾ അവഗണിക്കുന്ന ഒരു മനോഭാവം കൂടിയാണ്. അതുകൊണ്ട് ഉത്സാഹം എന്നാൽ വലിയ ശക്തി മാത്രമല്ല, ദൈവം തരുന്ന കഴിവുകളെയും സമയത്തെയും ഉത്തരവാദിത്തോടുകൂടി ഉപയോഗിക്കുന്ന മനസ്സാണ്. വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ കൈകൾ ഒരിക്കലും വെറുതെയാകുകയില്ല. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാകും എന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. നമ്മൾ കൈകൾ മാത്രമല്ല, നമ്മുടെ ഹൃദയം കൂടി ഉത്സാഹത്തോടുകൂടി ദൈവത്തിന് സമർപ്പിക്കാനാണ് നാം ഒരുങ്ങേണ്ടത്. ക്ഷീണിച്ചു പോയവർക്ക് ഈ വാക്കുകൾ ആശ്വാസം നൽകുന്നു. നമ്മൾ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ പോലും ദൈവം കാണുന്നുണ്ട്. ദൈവിക അനുഗ്രഹങ്ങൾ യാദൃശ്ചികമായോ അല്ലെങ്കിൽ ഒരു പരിശ്രമം ഇല്ലാതെ ലഭിക്കയില്ല. പരിശ്രമം രക്ഷ നേടാനുള്ള വഴിയല്ല, പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ നാം ഒരുക്കുന്ന നല്ല ശീലമാണ്. ഇന്ന് നിങ്ങൾ ഉത്സാഹത്തോടെ ചലിപ്പിക്കുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ നാളത്തെ സമൃദ്ധിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു.